യെസ്, നന്ദി സാർ. സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ TK രാജഗോപാലാണ്. സാർ നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാർ, നമ്മളിവിടെ പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ അടുത്ത് കേൾക്കുന്ന മറ്റൊരു യുദ്ധവാർത്ത ഉക്രൈനും റഷ്യയുമായിട്ട് ഉള്ള യുദ്ധമാണ്. അത് ഇപ്പോൾ ഒരു ഇടയ്ക്കൊന്ന് നിന്നിരുന്നു എന്ന് കേട്ടു, വെടിനിർത്തൽ നിന്നിരുന്നു കേട്ടു. ഇപ്പോൾ വീണ്ടും ആദ്യം റഷ്യ ആക്രമിക്കുന്നു, തിരിച്ചിതാ ഉക്രൈൻ ആക്രമിക്കുന്നു. ഉക്രൈൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം റഷ്യയിലെ നഗരമായ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ മിസൈൽ ഇട്ടതായിട്ടൊക്കെ പറയുന്നത്. സാർ, ഇതിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് സാർ വാർത്തകൾ കേൾക്കുന്നത്? എന്തായിരിക്കാം ഇത് വീണ്ടും പുനരാരംഭിച്ചതിൻ്റെ പിന്നിലെ ആ ഒരു കാരണം? ഇത് പുനരാരംഭിച്ചെന്ന് പറയാനൊക്കെ നല്ല ഇതിപ്പോ 4 വർഷമായിട്ട് തുടരുകയാണ് അല്ലെ? അതെ അതെ അതെ, 2022 തുടങ്ങിയതാണ്. അതെ, 2022 തുടങ്ങിയതാണ് ഈ റഷ്യ ഉക്രൈൻ സംഘർഷം എന്ന് പറയുന്നത്. അപ്പൊ 4 വർഷമായി. 4 വർഷമായിട്ട് ഇങ്ങനെ ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയത്തില്ല, നമ്മുടെ മലയാള ഭാഷ അണലി കടിച്ചതുപോലെ പൊട്ടിയും ചീറ്റിയും ഇടയ്ക്കൊക്കെ ഒന്ന് നേരെ നടന്നിരിക്കും, അത് കഴിഞ്ഞ് പിന്നെയും തുടങ്ങും. ഇങ്ങനെയൊക്കെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. സംഘർഷം വന്നതുകൊണ്ടാണ്. അതെ അതെ സാർ, ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നിരുന്നു. അതെ, ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നത് എന്തുകൊണ്ട്? അതിനെക്കാട്ടി വലിയ അടി ഇപ്പുറത്ത് നടക്കുന്നത് കൊണ്ടാണ്. അമേരിക്കയും ഇസ്രായേലും നേരെ ഇറാൻ എന്ന് പറയുന്ന ആണവ ശക്തിക്ക് നേരെ ആക്രമണം തുടർന്നത് കൊണ്ടാണ് ഇത് അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയത്. എന്നാലും ശ്രദ്ധിക്കപ്പെടുന്നുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ റഷ്യയുടെ നിന്നുള്ള എണ്ണ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ യുദ്ധത്തിന് പ്രോത്സാഹന ഇന്ധനമായിട്ട് നിൽക്കുന്നത് റഷ്യൻ എണ്ണയാണെന്നൊക്കെ പറഞ്ഞുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇവരൊക്കെ ആയുധങ്ങൾ മേടിക്കുന്നത്. ഉക്രൈനും അതേപോലെ തന്നെയാണ്. ഉക്രൈനും വാങ്ങിക്കുന്നത് ഈ പണം കൊണ്ടാണ്. ഇതിൽ നിന്നുള്ള യുദ്ധത്തിൽ എണ്ണ കച്ചവടത്തിൽ നിന്നുള്ള പണമാണ്, അല്ലെങ്കിൽ അവരെ സൈനികപരമായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ അമേരിക്ക സഹായിക്കുന്നുണ്ടെന്നൊക്കെയുള്ള വാർത്തകളാണ്. ഇതായിരുന്നു മറ്റവനെ അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഇത് കുറെ നാൾ മുമ്പ് തുടങ്ങിയതാണ്. 22 എന്ന് പറഞ്ഞാൽ തന്നെ പറയാൻ പറ്റുന്നില്ല, അതിനു മുമ്പ് തന്നെ 2014 തന്നെ തുടങ്ങിയതാണ്. ഇത് ഉക്രൈൻ എന്ന് പറയുന്ന റഷ്യയുടെ ഒരു ഭാഗമായിരുന്നല്ലോ, പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ ഒരു ഭാഗമായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ തുടർന്നാണ് പല സ്ഥലങ്ങളും പല രാജ്യങ്ങളും അങ്ങനെ രാജ്യങ്ങളായിട്ട് സ്വതന്ത്രമായിട്ട് മാറുകയാണ്. അങ്ങനെ മാറിയതാണ് ഉക്രൈൻ എന്ന് പറയുന്നത്. ഉക്രൈൻ അത് അത്ര അവരുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ പ്രകൃതി സമ്പത്ത് കൊണ്ട് വളരെ അനുഗ്രഹീതമാണ്. അതാണ് അവരുടെ ഒരു വലിയ നേട്ടം എന്ന് പറയുന്നത്. ഒരുപാട് പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമൃദ്ധമായ ഒരു സ്ഥലമാണ്. അപ്പൊ കൊള്ളാവുന്ന സ്ഥലം ഇനി അടത്തി മാറിപ്പോരുന്നു. അതാണ് ഇപ്പൊ അവിടെ സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇതിനെ കൈവിടാൻ റഷ്യക്ക് തയ്യാറുമില്ല. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ പ്രശ്നം അതാണ്. ഒരു കാരണവശാലും ഇത്രയും അനുഗ്രഹീതമായ പ്രകൃതിയും പ്രകൃതി വിഭവങ്ങളും സമ്പത്തുമുള്ള ഒരു രാജ്യത്തെ കൈവിടാൻ അവർ സ്വതന്ത്രമായിട്ട് രാജ്യമായിട്ട് മാറുകയും ചെയ്തു. അപ്പൊ അവരെ കൈവിടാൻ തയ്യാറില്ല. അതിന് പുറകിന് ചെന്നുകൊണ്ടിരിക്കുകയാണ്. ചിലമല്ല ഭാര്യമാര് പണങ്ങി പോവാണെങ്കിൽ അവരെ പുറകിൽ ഓടിച്ചിട്ട് പിടിക്കുക എന്ന് പറഞ്ഞതുപോലെ ഒരു നയമാണ് ഇപ്പം റഷ്യയിലത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 2022 ഇവരുടെ ആക്രമണം രൂക്ഷമാകുന്നത്. അതായത് റഷ്യ കംപ്ലീറ്റ് ഒരു അധിനിവേശമാണ് നടത്തുന്നത്. അവിടത്തേക്ക് അതിക്രമിച്ചാൽ കയറുകയാണ്. നമ്മുടെ ട്രംപ് ഒക്കെ ചെയ്യുന്നതുപോലെ, ട്രംപ് വെനിസ്വേലയിൽ കയറിയതുപോലെയുള്ള ഒരു കയറ്റമാണ് കയറി അതിന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളെല്ലാം അവിടെ പിടിച്ചെടുത്തു. പിന്നെ അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെർണോബിൽ, നമ്മുടെ ഏറ്റവും വലിയ ആണവ ദുരന്തം ഉണ്ടായല്ലോ, ഈ ഓർമ്മയുണ്ടാകും. ചെർണോബിൽ എന്ന് പറയുന്ന ആണവ ദുരന്തം ഉണ്ടായി. അതിപ്പം ഇവിടെയാണ് കേട്ടോ, ഉക്രൈനിലാണ് ഉള്ളത്. ഏതാണ്ട് 886 മറ്റുമാണത്. 86 ആളുകൾ മരിക്കുകയും റേഡിയേഷൻ റേഡിയേഷൻ മുഖാന്തരം 50,000-ലേറെ പേര് മരിച്ചിട്ടുള്ള, കരിഞ്ഞു പോയിട്ടുള്ള അതിന്റെ പാർശ്വഫലങ്ങൾ അനുഭവിച്ച വലിയ ദുരന്തമായിരുന്നു. ആ ചെർണോബിൽ ആണവ പ്ലാന്റ് ഇവിടെയാണുള്ളത്. ഇപ്പോഴത് ഉക്രൈനിലാണുള്ളത്. പക്ഷെ അതിന്റെ ഇപ്പൊ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അന്നത്തെ ആ സംഭവങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സ്ഥലം വലിയ പ്രസിദ്ധമാണ്. അതേപോലെ ഭരണാധികാരിയും, അവിടുത്തെ സെലൻസ്കി എന്ന് പറയുന്ന ഭരണാധികാരി ഒരു ചെറുപ്പമെന്ന് പറയാം അല്ലെ, ഇപ്പൊ എത്ര 40-കളുടെ 50-കളുടെ ഇടയിലാണെന്ന് തോന്നുന്നു. അതേ ഒരു ടെലിവിഷൻ ആർട്ടിസ്റ്റ് ആയിരുന്നു. അതല്ലാതെ വേറെ വലിയ രാഷ്ട്രീയപരമായ വലിയ പരിജ്ഞാനമൊന്നുള്ള ആളല്ല.
നമ്മുടെ തമിഴ്നാട്ടിലെ പോലെ എംജിആറും ജയലളിതയൊക്കെ അധികാരത്തിൽ വന്നതുപോലെ TV സ്ക്രീനുകളിലൊക്കെ നിറഞ്ഞു നിന്നൊരു കഥാപാത്രമായിരുന്നു. ഇപ്പൊ വിജയ് വന്നതുപോലെ അതെ ആ പോപ്പുലാരിറ്റിയാണ്, ആ വലിയ കഴിവാണ്, പിന്നെ ജനങ്ങൾക്കിടയിലുള്ള ഒരു സ്വാധീനമാണ് അദ്ദേഹത്തിനെ അവിടുത്തെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിച്ചത്. സെലൻസ്കി വന്നത്. അപ്പൊ റഷ്യ അന്നേരം വിജയിച്ച പുടിൻ ഒക്കെ അന്നേരം വിചാരിച്ചത് റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണല്ലോ, സൈനികപരമായിട്ട് സാമ്പത്തികപരമായിട്ട് വലിയ ശക്തിയാണ് റഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇവര് വലിയ കാര്യമില്ല, ഒരു കോമാളി, നമ്മളെ കോമഡി ഷോ അവതാരകനൊക്കെ ആയിരുന്നല്ലോ സെലൻസ്കി എന്ന് പറയുന്നത്. അപ്പൊ ഇയാൾക്ക് വലിയ ഭരണപരിചയം ഒന്നുമില്ല, ഇയാളെ നമുക്ക് കൂട്ടാം, നമുക്ക് വളരെ എളുപ്പം പിടിച്ചെടുക്കാം. അത് പണ്ട് ട്രംപ് പറഞ്ഞതുപോലെ ഇറാനെ ഞാൻ ഒരാഴ്ച കൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് പിടിച്ചെടുക്കാം എന്നൊക്കെ വിചാരിച്ച് ഇറാനിൽ പോയ പോലെ ഇപ്പൊ അവിടെ ചെന്നില്ല, എലിയൊക്കെ എലിപ്പത്തായത്തിനകത്ത് ചെന്ന് വിട്ട് കിടക്കുന്ന പോലെ കിടക്കുകയില്ല, തല ഊരാൻ വയ്യാതെ കിടക്കുന്നത് പോലത്തെ അവസ്ഥയാണ്. അതാണ് അന്ന് പുടിനും സംഭവിച്ചത്. അവിടെ ചെന്ന് കഴിഞ്ഞു, വളരെ പെട്ടെന്ന് ഉക്രൈനെ പിടിക്കാന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ കാര്യങ്ങൾ ഇവിടെ പോയി, കാര്യങ്ങൾ ഇപ്പൊ 4 വർഷമായിട്ടും നടക്കുന്നില്ല. 4 വർഷമായിട്ടും അവിടെ യുദ്ധം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് റഷ്യക്ക് അതിൻ്റെതായ ചില കാരണങ്ങൾ പറയുന്നുണ്ട്. അത് ഉക്രൈൻ അല്ല ഇതിന്റെ പുറകെ കളിക്കുന്നത് അമേരിക്കയും നാറ്റോ സഖ്യങ്ങളുമാണെന്നുള്ളതാണ്. അത് ശരിയുമാണ്. കാരണം റഷ്യയുടെ അധിനിവേശം അവർ സമ്മതിക്കത്തില്ല. റഷ്യ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ഭീഷണിയാണെന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് അമേരിക്കൻ ആയുധങ്ങൾ തന്നെയാണ്. അത് അയ്യപ്പദാൻ സൂചിപ്പിച്ചില്ലേ, സൂചിപ്പിച്ച അതുകൊണ്ടാണ് 1000 കിലോമീറ്റർ പറന്നിട്ടാണ് ആ ആയുധം. അതെന്താ മിസൈലാണോ ഡ്രോൺ ആണോ എന്ന് അറിയത്തില്ല അല്ലേ, വർക്കിലാണ് വന്ന് വീണിരിക്കുന്നത്. അതെ, റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ് അത് വന്ന് വീണിരിക്കുന്നത്. അതെ, ഡ്രോണറ്റ്, അവരുടെ ഡ്രോണറ്റ് ആണ് 1000 കിലോമീറ്റർ കഴിഞ്ഞൊക്കെ വന്നിരിക്കുന്നത് സാർ. ഡ്രോണാണല്ലേ, ഡ്രോണറ്റ് ഡ്രോണാണ് ഡ്രോണറ്റ് എന്ന് പറയുന്നത്. അത് പറഞ്ഞില്ല, അത്തരത്തിലുള്ള ഒന്ന് ആലോചിച്ച് നോക്കുക. അത് സെന്റ് പീറ്റേഴ്സ്ബർഗ് പോലെയുള്ള അവിടെ ഹൃദയത്തിലാണ് വന്ന് വീണിരിക്കുന്നത്. അവിടെ ഒരു എക്കണോമി സാമ്പത്തിക ഉച്ചകോടി ഒക്കെ നടത്തുന്നതിനായിട്ടൊക്കെയുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു 4-5 ദിവസത്തെ വലിയ മീറ്റൊക്കെ നടത്തുന്നതിനായിട്ടൊക്കെയുള്ള തയ്യാറെടുപ്പില് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ റഷ്യയുടെ പേരൊക്കെ ഒന്ന് തെളിച്ചെടുക്കാനായിട്ട് പുടിൻ കാര്യമായിട്ടൊക്കെ ഒന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ലോക നേതാക്കൾ വരാൻ പോകുന്ന വേദിയാണ്. ലോക നേതാക്കന്മാര് വരാൻ പോകുന്ന വേദിയിലേക്കാണ് 1000 കിലോമീറ്റർ പറന്ന് ഈ സാധനം വന്ന് അവിടെ വീണിരിക്കുന്നത്. ഇനി അതിന്റെ നാശനഷ്ടങ്ങൾ എന്തുണ്ടെന്ന് അറിയത്തില്ല. ആരെങ്കിലും ധൈര്യമായിട്ട് ഇനി അവിടത്തേക്ക് ചെല്ലുമോ? ഈ മീറ്റ് നടക്കുന്ന കാര്യത്തില് സംശയമുണ്ട്, ഇനി അത് കണ്ടിന്യൂ ചെയ്യുന്ന കാര്യത്തിലും സംശയമുണ്ട്. അപ്പൊ അത്ര ശക്തിയുണ്ട് ആ രാജ്യത്തിന്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ സെലൻസ്കിയുടെ ഒന്നും പോറില്ല. ഇടയ്ക്കിടയ്ക്ക് സെലൻസ്കിയെ വൈറ്റ് ഹൗസിലേക്ക് വിളിക്കുന്ന കണ്ടിട്ടില്ലേ? അങ്ങനെ ചില പരിപാടി നടക്കുന്നുണ്ടോ ട്രംപ് ഇത്തരം കാര്യങ്ങളില്. അദ്ദേഹം നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കാമെന്നൊക്കെ പ്രഖ്യാപിച്ച കൂട്ടത്തിൽ ഒന്നാണ് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം. നേരത്തെ തന്നെ പറഞ്ഞില്ലേ, നമ്മുടെ ഈ നോബൽ സമ്മാനം കിട്ടാനേ, സമാധാനത്തിന്റെ നോബൽ സമ്മാനം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അറിയാതെ ചിരിച്ചു പോയത്. പറയണ സാർ. പറഞ്ഞതാണ്, എനിക്ക് ഇത് കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഒരുപാട് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഈ യുദ്ധം കണ്ടിരുന്ന ഏക നേതാവ്, ഇന്ത്യയുടെ പാകിസ്ഥാനും തമ്മിലുള്ള ഈ 6 ദിവസത്തെ യുദ്ധം കണ്ടിരുന്ന ഓപ്പറേഷൻ സിന്ദൂർ ഞാൻ നേരിട്ട് കണ്ടതാണ്. അവസാനം ഞാൻ വിളിച്ചു പറഞ്ഞെന്നാണ് പറഞ്ഞത്. ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചു പറഞ്ഞ് യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ സർവനാശം സംഭവിക്കുന്നത് നമ്മളോട് പറഞ്ഞു. പാകിസ്ഥാൻ മറ്റവരോട് പറഞ്ഞ അങ്ങനല്ല, നിങ്ങൾക്ക് ആണവശക്തിയുള്ള രാജ്യമാണല്ലോ, നിങ്ങൾ മര്യാദയ്ക്ക് ഇരുന്നോ എന്നാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇടപെട്ട് കളയുമെന്ന് പറഞ്ഞു. എന്താണെങ്കിലും കൊള്ളാം, നമുക്കറിയാം എന്താ സംഭവിച്ചാൽ നമ്മുടെ ബ്രഹ്മോസ്, നമ്മുടെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആണല്ലോ സത്യത്തിൽ അത് ആദ്യം വെളിപ്പെടുത്തിയത്. അദ്ദേഹമാണ് ഒരു പൊതുയോഗത്തില് നമ്മുടെ സൈനിക മേധാവികൾ പറയുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ബ്രഹ്മോസ് എന്ന് പറയുന്ന ഒരു മിസൈൽ ഉണ്ട് ഇന്ത്യക്ക്, അതിന്റെ ശക്തിയാണെന്നുള്ളത്. അതിന്റെ യൂണിറ്റ് തിരുവനന്തപുരത്തും വരാൻ പോവാണ് ബ്രഹ്മോസ് മിസൈൽ. നമ്മുടെ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ഏറ്റവും ശക്തമായ മിസൈലാണ്. അപ്പൊ അതിന്റെ ശക്തിയാണ് അല്ലേ പാകിസ്ഥാനിലെ 3 തുറമുഖ നഗരങ്ങളെ ചുട്ട് ചാമ്പലാക്കി കളഞ്ഞു. അതോടുകൂടി അവന്മാരെല്ലാം കയറി മാളത്തിൽ ഒളിക്കുകയും ചെയ്തു. അതാണ് അതിന്റെ കാര്യം. പക്ഷെ ട്രംപ് പറഞ്ഞ അങ്ങനെയാണ് ഞാൻ തീർത്തത്. പിന്നെ അല്ല സാർ, ബ്രഹ്മോസിന്റെ തിരുവനന്തപുരത്ത് ഉണ്ട്. അവർക്ക് ഇപ്പോഴും ബ്രഹ്മോസിന് അവിടെ ഉണ്ട്. അവരുടെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഓഫീസ് ഇപ്പോഴും തിരുവനന്തപുരത്തുണ്ട് ബ്രഹ്മോസിന്റെ. ഉണ്ട്. അവര് ടാറ്റാക്കടയിൽ കുറച്ച് സ്ഥലം എടുക്കുകയാണ് യേശുദാസെ. ഇതിന്റെ പാർട്സ് നിർമ്മിക്കുന്നതിനും വേറെ എന്തൊക്കെയോ വലിയ എക്സ്പാൻഷൻ പ്ലാൻ വരുന്നുണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് ഏതായാലും സാർ നമ്മൾ വിഷയം വഴിമാറിപ്പോയി. നമുക്ക് ഉക്രൈൻ റഷ്യയിലേക്ക് തന്നെ നമുക്ക് പോകണം. പറയണം സാർ, ആ യുദ്ധത്തിന്റെ
അതെ. അങ്ങനെ അതാണ് അതിന്റെ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഇപ്പൊ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്, ഞാൻ ഈ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാമെന്നാണ് പറയുന്നത്. അത് ഈ പറഞ്ഞതുപോലെയാണ്, പുള്ളി തന്നെ ചെന്ന് വീണ് കിടക്കുകയാണ്. നമ്മൾ പറയത്തില്ലേ, പുള്ളി അദ്ദേഹം തന്നെ പെട്ട് കിടക്കുകയാണ്. ഇപ്പം മറ്റേ പശ്ചിമേഷ്യയിൽ എങ്ങനെങ്കിലും തലയുരിക്കൊണ്ട് പോകാൻ പറ്റുന്നതിനിടയിൽ നോക്കുന്നതിനിടയിലാണ് ഇത് വന്ന് കിടക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം ഒരു കാരണവശാലും പെട്ടെന്നൊന്നും അവസാനിക്കത്തില്ല അയ്യപ്പദാസെ. അതിനെന്ന് പറഞ്ഞാൽ ഒരുപാട് രാജ്യാന്തര മാനങ്ങളുണ്ട്. നമ്മൾ കാണുന്നത് പോലെ അല്ല അതിന്റെ സംഭവം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാറ്റോ സഖ്യത്തിൽപ്പെട്ട രാജ്യമോ അമേരിക്കയോ ഒരു കാരണവശാലും അതിനെ അംഗീകരിക്കത്തില്ല. ഉക്രൈനെ പിടിച്ചെടുക്കാൻ റഷ്യയെ ഒരു കാരണവശാലും അംഗീകരിക്കത്തില്ല. പക്ഷെ പരസ്പരം ഏറ്റുമുട്ടാൻ, റഷ്യയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടാൻ അമേരിക്കയോട് തയ്യാറുമല്ല. അത് നമുക്കറിയാമല്ലോ, അവരുടെ സൈനിക സാമ്പത്തിക ശേഷി ഉള്ളതുകൊണ്ട് ലോകത്തിലെ 2 സൂപ്പർ പവറുകളാണ് ഏറിമുട്ടാൻ തയ്യാറല്ല. പക്ഷെ നമ്മുടെ നിലപാടാണ്, ഇന്ത്യയുടെ നിലപാടാണ് ഇതിനകത്ത് നിർണായകമായിട്ട് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ട്രംപ് നമ്മളോട് പറഞ്ഞത്, അമേരിക്കൻ പ്രസിഡന്റ് നമ്മളോട് അഭ്യർത്ഥിച്ചു. അതേപോലെ സെലൻസ്കിയും പറഞ്ഞു കേട്ടോ, സെലൻസ്കിയും നേരിട്ട് ഇടപെട്ടു ഇതിനകത്ത്. അദ്ദേഹവും പറഞ്ഞു, ഈ യുദ്ധം അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റയാൾ വിചാരിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിചാരിക്കണം. അദ്ദേഹം ഒരു മധ്യസ്ഥനായിട്ട് നിന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ യുദ്ധം അവസാനിക്കും. അതല്ലാതെ റഷ്യയുടെ ഒരു പിന്മാറ്റം സാധ്യമല്ല. അതെന്ന് പറഞ്ഞാൽ ഒരു അന്താരാഷ്ട്ര മര്യാദയും നമ്മൾ ആ രാജ്യവുമായിട്ട്, റഷ്യയുമായിട്ട് പുലർത്തുന്ന ആത്മബന്ധവുമാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ലോകത്തിലെ ഇന്ത്യക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന പാർട്ണർ എന്ന് പറയുന്നത് റഷ്യ തന്നെയാണ്. എല്ലാ അർത്ഥത്തിലും റഷ്യയാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് ഇവിടെ എന്തെങ്കിലുമൊക്കെയുള്ള എവിടെയെങ്കിലും ക്ഷീണമോ അന്താരാഷ്ട്ര തലത്തിൽ സൈനികപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ കൂടെ നിന്നുള്ള രാജ്യം റഷ്യയാണ്. അപ്പൊ നമ്മുടെ വാക്കിന് അവിടെ വലിയ വിലയുണ്ട്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് സെലൻസ്കി പറയുന്നത്. സെലൻസ്കി ഇപ്പൊ ഉക്രൈനിൽ നമ്മൾ കണ്ടില്ലേ, അന്നത്തെ അവസ്ഥ കണ്ടപ്പോ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന MBBS സ്റ്റുഡൻസ് അടക്കം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് എത്ര കുട്ടികൾ അവിടെ പഠിക്കാൻ പോയിരുന്നു. ഉക്രൈൻ അങ്ങനെയായിരുന്നു, ധാരാളം മെഡിക്കൽ സ്റ്റുഡൻസ് അവിടെ ഉണ്ടായിരുന്നു. ആ യുദ്ധ സമയത്ത് അവരെ എല്ലാവരെയും സുരക്ഷിതരായിട്ട് എത്തിക്കാൻ കഴിഞ്ഞ ഒരേ ഒരു രാജ്യം ഇന്ത്യ തന്നെയാണ്. നമ്മുടെ കുട്ടികളെ മറ്റവരെ കൊണ്ടുവന്നു, ബാക്കിയുള്ള രാജ്യക്കാരെയൊക്കെ കൊണ്ടുവന്നെങ്കിലും ഇന്ത്യൻ പതാക അന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, റഷ്യ എന്ന സമയത്ത് യുദ്ധ സമരസജ്ജമായിട്ട് നിൽക്കുകയാണ് ഉക്രൈനില്. കാരണം അവരുടെ അനുമതി ഇല്ലാതെ ഒരു ഈച്ചയ്ക്ക് പോലും ഉക്രൈൻ റൂട്ടിൽ കൂടെ പോകാൻ വയ്യാത്ത അവസ്ഥ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ പ്രധാനമന്ത്രി വിളിക്കുന്നത്. അപ്പൊ അന്ന് രണ്ട് വാഹനങ്ങൾക്ക് മാത്രമേ പെർമിഷൻ കൊടുത്തുള്ളൂ. ഒന്ന് റെഡ് ക്രോസിന്റെ പതാകയുള്ള വണ്ടികൾ കടന്നു പോകാം എന്ന് പറഞ്ഞു. 2 ഇന്ത്യയുടെ ഫ്ലാഗ് വഹിക്കുന്ന വണ്ടികൾ, ആ വണ്ടികൾ മാത്രം. ആലോചിച്ച് നോക്കുക, റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഒരു പ്രസ്താവനയായിരുന്നു. അങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയത്. നമ്മുടെ കുട്ടികൾ അന്നേരം ഓർക്കുന്നില്ലേ, അവർ ബങ്കറുകൾക്കുള്ളിൽ ഇരുന്ന് കുടുങ്ങി വിളിച്ചുകൊണ്ടിരുന്നത്. ധാരാളം മലയാളി കുട്ടികളുണ്ടായിരുന്നു. നമ്മൾ അറിയുന്ന കുട്ടികളൊക്കെ ഉണ്ട് അതില്, എനിക്കറിയാം. ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ബന്ധങ്ങളുള്ളത്. അപ്പൊ നമ്മളുമായിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അന്ന സമയത്ത് റഷ്യ നിർത്തിക്കൊടുത്തു. റഷ്യ അന്ന് അതിശക്തമായ ആക്രമണം ഉക്രൈനിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ആലോചിച്ച് നോക്കണം. സാർ, ഞാനൊന്ന് സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. നമ്മളിപ്പോ ഈ സമകാലികമായിട്ട് ഈ പശ്ചിമേഷ്യൻ യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധം ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ 4 വർഷം കൊണ്ട് നടക്കുകയാണെങ്കിലും ഇടയ്ക്കൊരു വെടിനിർത്തൽ വന്നിട്ട് വീണ്ടും റഷ്യയാണ് ഉക്രൈനെ ആക്രമിച്ചത് എന്നാണ് നമ്മൾ വാർത്തകൾ കണ്ടത്. ഇപ്പോൾ തിരിച്ച് ഉക്രൈനും ആക്രമിച്ചു. സാർ, ഇതിന് നമ്മുടെ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഇതിനൊരു ഇന്ത്യ കൂടെ ഇടപെട്ടുകൊണ്ടൊരു ചർച്ച അടുത്തെങ്ങാനും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതെ, ഇങ്ങനെ ലോകരാഷ്ട്രങ്ങൾ കാണക്കൊണ്ട് ഇവർ തമ്മിലുള്ള യുദ്ധം, ആൾനാശം, ഒരുപാട് സിവിലിയൻസ് സാധാരണക്കാർ മരണപ്പെടുന്നതിനൊക്കെ ഒരു അറുതി അടുത്തെങ്ങാനും ഉണ്ടാകും എന്ന് കരുതുന്നുണ്ടോ? അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. ഇന്ത്യ ഇടപെടണം എന്ന് പറയുമ്പോഴും ഇതിനൊരു അവസാനം ഈ വർഷമെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നാം കരുതേണ്ടതുണ്ടോ? അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം ഈ സംസാരം. ലോകത്തൊരിടത്ത് യുദ്ധം നടക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ആഗ്രഹം എന്താണ്? എത്രയും പെട്ടെന്ന് ഇത് അവസാനിക്കണം, എത്രയും പെട്ടെന്ന് മനുഷ്യന് സമാധാനമായിട്ട് ജീവിക്കണം, അല്ലെ? എല്ലാവരുടെയും അത്യാധുനിക ആയുധങ്ങളും സംവിധാനങ്ങളും ഉള്ള രാജ്യങ്ങളാണ്. ഇനി ഒരു യുദ്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഒരു 3ാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും ഒക്കത്തില്ല. അവസാനിക്കുകയാണ്. അങ്ങനെയാണ് മനുഷ്യരാശി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അപ്പുറം ഇപ്പുറം നിൽക്കുന്നവർ ഈ തരത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ? നമ്മൾ കണ്ടില്ലേ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം എല്ലാം എഗ്രിമെന്റ് ആകും, തീരുവന്നൊക്കെ മനുഷ്യൻ സമാധാനമായിട്ട് ഇരിക്കുകയായിരുന്നു.
ആ സമയത്താണ് ഇതാണ്ട് കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെ ആക്രമണം. ഇപ്പൊ അമേരിക്കയുടെ പടക്കപ്പലുകൾക്ക് നേരെ അവരും തിരിച്ചടിച്ചെന്നാണ് പറയുന്നത്. തീർന്നില്ലേ കാര്യങ്ങൾ? ഇപ്പൊ മറ്റു രാജ്യങ്ങൾ, കുവൈറ്റ് അടക്കമുള്ള UAE അടക്കമുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ഇനിയിപ്പോ ഇറാന് നേരെ ആക്രമണത്തിന് വരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രാദേശിക തലത്തിലേക്ക് യുദ്ധം വ്യാപിക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. ഇതിന്റെ അനുബന്ധമായിട്ടാണ് വേണം നമ്മൾ റഷ്യൻ ഉക്രൈൻ യുദ്ധത്തെയും കാണാൻ. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. കാരണം ഈ വരുമാനം വരുന്നതും അതേപോലെ ആയുധ സപ്ലൈ, അമേരിക്ക ആയുധ സപ്ലൈ ചെയ്യുന്നുണ്ട്, അവർക്ക് ആയുധ കച്ചവടം നടത്തണം. ഈ യുദ്ധം ശരിയാണ് ഒരു ഭാഗത്തോട് നടക്കുന്നെങ്കിലും അമേരിക്ക സുരക്ഷിതമാണ്, അല്ലെ? അമേരിക്ക സുരക്ഷിതമാണ്. പിന്നെ അവിടുത്തെ പുള്ളിക്ക് ഉണ്ടാകുന്നത് അവിടുത്തെ സെനറ്റിലും അവിടുത്തെ ജനപ്രതിനിധി സഭകളിലൊക്കെ പുള്ളിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവരിങ്ങനെ വോട്ടിട്ട് പുള്ളിയെ തകർത്തുകളെ. ഇപ്പൊ എന്തായാലും നവംബർ വരെ പുള്ളിക്ക് പിടിച്ചു നിൽക്കാം, നവംബർ വരെ പിടിച്ചു നിൽക്കാമെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ രാജ്യത്ത് വലിയ അരക്ഷിതാവസ്ഥയോ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകണം. അമേരിക്കയിൽ അങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകണം. പക്ഷെ ഏതായാലും റിപ്പബ്ലിക്കൻസ് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ എന്ത് നഷ്ടപ്പെട്ടാലും തലയുയർത്തി പിടിച്ച് നിൽക്കുക, അതവരുടെ വലിയ പ്രശ്നമാണ്. സമ്പന്നന്മാരാണല്ലോ, അപ്പൊ തലയുയർത്തി പിടിച്ച് നിൽക്കുക. അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരാളായിരിക്കണം. നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ ലോകത്തിലെ ഭയങ്കരന്മാരായിരിക്കണം. ശരിയുമാണ്. അവർക്കുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എവിടെയെങ്കിലും നഷ്ടപ്പെടുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ വെനിസ്വേല അടക്കമുള്ള ഇനിയും ക്യൂബയെ പിടിക്കാൻ പോവുകയാണ്. അപ്പൊ അത്തരത്തിലവർ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇവരെ ശാശ്വതമായ ഒരു സമാധാനം എന്ന് പറയുന്നത് ഒരു പക്ഷെങ്കിൽ കുറച്ച് ഈ പറഞ്ഞതുപോലെയാണ്. വലിയ ബുദ്ധിമുട്ടാണ് ഇത്തരം കാര്യങ്ങൾക്ക്. കാരണം നിൽക്കുന്നതെല്ലാം അതിഭീകരന്മാരാണ് അപ്പുറം ഇപ്പുറം ഒക്കെ നിൽക്കുന്നത്. അപ്പോ സാർ പറയുന്നത് ഈ യുദ്ധം ഈ വർഷം തന്നെ അവസാനിക്കാനുള്ള സാധ്യതയില്ല. ഇത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം തുടരും എന്ന് തന്നെയാണ്, ഇനിയും തുടരാൻ തന്നെയാണ് സാധ്യത. അടി തിരിച്ചടി അങ്ങനെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. അത് ലോകരാഷ്ട്രങ്ങൾ കണ്ടിട്ട് ഇതിന് എന്താണ് ഇതിന്റെ അറുതി എന്നുള്ള കാര്യത്തിൽ ഇന്ത്യ കൂടെ ഇടപെട്ട് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം, അല്ലേ? തീർച്ചയായിട്ടും നമ്മളിലാണ് പ്രതീക്ഷ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ലോക രാജ്യങ്ങൾക്കെല്ലാം പ്രതീക്ഷ ഇന്ത്യയാണ്. ഇന്ത്യ ഒരു മീഡിയേറ്റർ ആകാമോ എന്നാണ് പലരും ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കും പറ്റാത്തൊരവസ്ഥയാണ്. ട്രംപിനെ പോലൊരു കഥാപാത്രം ഇപ്പുറം നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പ്രയാസമാണ്. ഇപ്പൊ ഇറാന് എന്ത് കഴിഞ്ഞാലും ഇറാൻ ക്ഷമിക്കുമെന്ന് അജിബദാസ് കരുതുന്നുണ്ടോ? ഖമേനിയുടെ അദ്ദേഹത്തെ ഫസ്റ്റ് ദിവസം തന്നെ അവർ കൊന്നതാണ്. മത നേതാവിനെ, അവരുടെ ആത്മീയ നേതാവിനെ കൊന്നതാണ്. അദ്ദേഹത്തിന്റെ അടക്കം പോലും അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ അവരടങ്ങുമോ? ഏതായാലും സാർ നമ്മള് നമുക്ക് മറ്റൊരു അവസരത്തിൽ ഇതിന്റെ തുടർ ചർച്ചകളുമായി നമുക്ക് ഇരിക്കാം. ഇപ്പോ സാർ കരുതുന്നത്, നമുക്ക് കരുതാൻ കഴിയുന്നത് ഈ യുദ്ധം തുടർന്ന് തന്നെ പോകാനാണ് സാധ്യത, അല്ലേ സാർ? ചെറുതായിട്ട് അങ്ങനെ തന്നെ പോകുള്ളൂ. നമ്മൾ പറയത്തില്ലേ, തട്ടിയും മുട്ടിയും അവിടെയൊക്കെ ഇടയ്ക്കൊരടിയും പിന്നെ ഒരു സമാധാന ചർച്ച, അങ്ങനെയൊക്കെയാണ് ഇപ്പൊ. ശാശ്വത സമാധാനം എന്നുള്ളതിന് ഒരു ലോങ് ടൈം അഗ്രിമെന്റ് ഇതുപോലെയൊക്കെ വേണ്ടി വരും. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. കാരണം എല്ലാവർക്കും താല്പര്യങ്ങളുണ്ട് അയ്യപ്പദാസേ. ലോക കമ്പോളങ്ങളിൽ എല്ലാവർക്കും വലിയ താല്പര്യങ്ങളുണ്ട്. ആയുധമാണെങ്കിലും ശരി, എണ്ണയാണെങ്കിലും പല കാര്യങ്ങളിലും താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ പലർക്കും പല കടപ്പാടുകളും നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. പക്ഷെ തീരട്ടെ, നമുക്ക് നമ്മുടെ ആഗ്രഹം തന്നെയാണ്, തീരട്ടെ, ശാശ്വതമായ പരിഹാരം ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. മറ്റു ലോകരാഷ്ട്രങ്ങളും ഇന്ത്യക്കൊപ്പം, അല്ല സാർ, മറ്റു ലോകരാഷ്ട്രങ്ങളും ഇന്ത്യക്കൊപ്പം ഇതിൽ ഇടപെടും എന്ന് തന്നെ നമുക്ക് കരുതാം. ഇത് ഈ പറയുന്ന രീതിയിൽ ചെറിയ രീതിയിൽ തുടർന്നുകൊണ്ട് പോകുമെങ്കിലും ഇതിനൊരു പരിസമാപ്തി ഉണ്ടാകും എന്നൊരു ശുഭാപ്തി വിശ്വാസം നമുക്ക് വെക്കാം, അല്ലേ സാർ? നന്ദി. പ്രതീക്ഷയല്ലേ, നമുക്ക് എപ്പോഴും പ്രതീക്ഷയല്ലേ, നമുക്ക് ശുഭപ്രതീക്ഷയിലല്ലേ നമുക്ക് ജീവിതം ഉണ്ടായി. നമ്മളും പ്രതീക്ഷിക്കാം. നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിലാണ് നമ്മുടെ പ്രതീക്ഷ ഉള്ളത്. നമ്മൾ പ്രതീക്ഷിക്കാന്നുള്ളതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? അതെ, നന്ദി. താങ്ക് യു സാർ, താങ്ക് യു. ഞാൻ സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. താങ്ക് യു.